ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടിരിക്കും പോരട്ടെ. അത് അവർ കപ്പും കൊടുത്തിക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. എന്തായാലും അത് സത്യം പുറത്തു വരണം മക്കളെ. അത് പുറത്തു വന്നാൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം തിരിച്ചു കൊത്തും മക്കളെ. അതേപോലത്തെ കാര്യങ്ങളാണ് കിച്ചു ചെയ്തു വെച്ചിരിക്കുന്നത്. കിച്ചുവിനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല വ്യക്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കിച്ചു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് മുമ്പലത്തെ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷവും പറയാം. കിച്ചു ഒരക്ഷരം മിണ്ടിയാൽ നാട്ടുകാർ ഇളകുമെന്ന് ബിഷപ്പ് പറഞ്ഞ കാര്യം സത്യമാണ് മക്കളെ. അത് അങ്ങനെ തന്നെയാണ്. കിച്ചുവിന് മിണ്ടാൻ പറ്റത്തില്ല. കിച്ചു അതുപോലെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. പറയണമെന്ന് എന്ത് പറയുക, എനിക്ക് പറയണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വന്ന് പറയുകയും ചെയ്യും. ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. ഇത് വരുന്നത് ഒന്നീ രേണുവിന്റെ വായിൽ നിന്ന് പുറത്തു വരണം, ഇല്ല എങ്കിൽ ബിഷപ്പിന്റെ വായിൽ നിന്നോ പുറത്തു വരണം. ഹായ്, നമസ്കാരം. അങ്ങനെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിച്ചുവിനിങ്ങനെ വെല്ലുവിളിയായിട്ട് പുതിയ ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചു ആണ് എല്ലാവരുടെയും പ്രശ്നം. കിച്ചു എങ്ങനെയെങ്കിലും ആ ഒരു വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, കിച്ചുവിന്റെ പേരിൽ നിന്ന് ആ ഒരു വീട് മാറ്റി എഴുതുക, ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന ചർച്ചകൾ. അപ്പോൾ എന്തായാലും കിച്ചുവിന് വെല്ലുവിളിയായിട്ട് നേരത്തെ ബിഷപ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അനീഷ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി വന്നിട്ടുണ്ട്. കിച്ചുവിന്റെ കാര്യങ്ങൾ എന്തോ പൊട്ടിക്കും, ഇനി ഞാൻ പൊട്ടിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ബിഷപ്പും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തോ വലിയ കാര്യം ഈ ലോകത്ത് തന്നെ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടിക്കാൻ ഇരിപ്പുണ്ട്, അത് ഞാൻ പൊട്ടിച്ച് താഴെ ഇടും എന്നാണ് പറയുന്നത്. എല്ലാവരും പൊട്ടിക്കട്ടെ, ഇങ്ങനെ പൊട്ടിക്കും എന്ന് പറയുന്നതിനെക്കാട്ടിലും പൊട്ടിച്ചങ്ങ് താഴോട്ട് ഇടുന്നതിൽ നല്ലത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിഷപ്പ് കിച്ചുവിനെതിരെ തിരിഞ്ഞു. നീ ഇറങ്ങിപ്പോണം, നീ വീട്ടിൽ ഇരിക്കാൻ പാടില്ല, നീ വേദനിപ്പിക്കരുത്, അസുഖബാധിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിന്റെ അറഞ്ചും മുറിഞ്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഒന്ന് പറയരുത്, നിന്നെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ നമുക്ക് അറിയാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വെല്ലുവിളി ബിഷപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുധി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്റെ കൂടെ ഒരു തീരുമാനം. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ വിവരങ്ങളൊക്കെ. അതേപോലെ സെയിം വെല്ലുവിളി ഇപ്പം അനീഷ് എന്ന് പറയുന്ന യൂട്യൂബറും നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയോ ഉണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം മുന്നിലേക്ക് ആ ഒരു കുട്ടി ആ കുട്ടിയുടെ കുടുംബ വീട്ടിലേക്ക് പോയതിനു ശേഷം എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അതാണ് ആദ്യം ചിന്തിക്കാനുള്ളത്. ആദ്യം തന്നെ ഈ വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കൊല്ലത്താണ് നിൽക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീട് എങ്ങനെയെങ്കിലും കിച്ചുവിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിൽ ഋതപ്പനെയോ ഇല്ലെങ്കിൽ രേണുസുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെയോ പേരിലേക്ക് ഈ ഒരു വീട് ഉണ്ടാക്കണം. അതാണ് ഇപ്പോഴത്തെ മെയിൻ. പിന്നെ ഈ ഒരാൾ ഇങ്ങനെ വളർന്നു പോകുന്നത് കാണുമ്പം ചില ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ കാണും. അയ്യോ, എന്നെക്കാട്ടിൽ ഇനി വളർന്നു പോകുമോ എന്നുള്ളൊരു പേടി, ടെൻഷൻ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഈ കുറെ പറയുന്ന ആൾക്കാർക്കും ഇപ്പൊ ഉള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് നാള് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യും, കുറച്ച് നാള് ഈ ഒരു വ്യക്തി. ഇവിടെ ഒരാൾ കരയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, ഇവിടെ മറ്റൊരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയുമായിട്ട് നടക്കുകയാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിഷപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ പറയാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, നമുക്ക് ദാനം, അതായത് തെണ്ടി തിന്ന് ജീവിച്ചാൽ കൂടി, ഈ അന്യന്റെ മുമ്പിൽ റോഡരികത്തിരുന്ന് കൈനീട്ടി ജീവിച്ചാൽ കൂടി നമ്മൾ അവർ തരുന്ന ദാനം മേടിക്കാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ അത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അയ്യോ, അവര് നമുക്ക് ചുമ്മാ തന്നതല്ലേ, ഇനി അവരെന്തെല്ലാം നമ്മളെ പറയും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബിഷപ്പ് ഇപ്പൊ പറയുന്നത്, ഈ ഒരു വീട് അവിടെ കിച്ചുവിന് വേണമെങ്കിൽ ഒരു റൂം കൊടുത്തിട്ടുണ്ട്, വന്ന് അവിടെ വേണമെങ്കിൽ താമസിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിന്റെ അഹങ്കാരം അറിഞ്ചും പുറഞ്ചും ഇവിടെ നിന്ന് കാണിക്കാന്ന് നീ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട എന്നാണ് കിച്ചുവിനെ പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ കിച്ചു ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കണേ. അങ്ങോട്ട് പോയി ചുമ്മാ ഒരു പയ്യനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളർന്ന് പന്തലിക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഈ പൊട്ടിക്കും എന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് പൊട്ടിച്ച് വിട്. വെറുതെ എന്തിനെങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ അയ്യോ ഇന്ന് പൊട്ടിക്കോ, ഇന്ന് നാളെ പൊട്ടിക്കോ, അതോ ഇനി മറ്റന്നാൾ പൊട്ടിക്കോ എന്ന് പറഞ്ഞിങ്ങനെ വിഷമപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനെക്കാട്ടിൽ അങ്ങ് തുറന്നങ്ങ് പറഞ്ഞേക്കുക. തീർന്നല്ലോ. തെളിവ് സഹിതമാണെങ്കിൽ തെളിവോട് അങ്ങ് പൊട്ടിക്കുക. വെറുക്കുന്നവരങ്ങ് വെറുക്കട്ടെ, വെറുക്കാത്തവര് സ്നേഹിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ. ഇപ്പം ആ ഒരു പയ്യനെ ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ. ആ പയ്യൻ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ ആ പയ്യന്റെ സംസ്കാരമുണ്ട്,
എന്തായാലും ആ ഒരു വീട്ടുകാരുടെ സംസ്കാരമായിരിക്കുമല്ലോ ആ ഒരു പയ്യന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് അറഞ്ചും പുറഞ്ചും കിടന്ന ആ ഒരു പയ്യനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കയറി പോയാൽ രക്ഷപ്പെടും. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് ദൈവം തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന നീ പോലെ ആകും, നീ ഇന്നതുപോലെ വളർന്ന് പന്തലിക്കും, ഇല്ലെങ്കിൽ നീ ഇന്നതുപോലെ താഴ്ന്നു പോകും എന്ന് ദൈവം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ നടക്കത്തുള്ളൂ. അതുപോലെ കിച്ചുവിനും ഉയരങ്ങളിൽ എത്തണമെന്ന് ദൈവം തലയിലെഴുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിച്ചു അവിടെ എത്തിയിരിക്കും. ഏത് കൊമ്പത്താണെങ്കിലും കിച്ചു എത്തിയിരിക്കും. ഇപ്പൊ സ്വന്തമായിട്ടൊരു കുഞ്ഞു ഷോപ്പൊക്കെ തുടങ്ങി, തൻ്റെതായിട്ടുള്ള കുറച്ച് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്, അല്ലാണ്ട് കുറച്ച് ഇനാഗ്രേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ആൾക്കാർക്ക് എന്തോ ഭയങ്കര ഒരു വെപ്രാള്, എങ്ങനെയാണ് കിച്ചുവിനെ ഓടിക്കുക, എങ്ങനെയെങ്കിലും തറം പറ്റിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഇപ്പൊ പൊതുവെ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണോ? ഒരു മനുഷ്യൻ പണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഈ ഒരു പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ആണെങ്കിൽ കൂടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കുട്ടിയുടെ സമയത്തിന്റെ ദോഷമാണ്. അത് ആ കുട്ടി ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ പണ്ട് ചെയ്തതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും കൊണ്ട് കൂട്ടിച്ചേർത്ത് കലർത്തേണ്ട കാര്യമില്ല. ആ ഒരു കുട്ടി ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ആ ഒരു കുട്ടിയുടെ പഴയ കാലം പാസ്റ്റുകൾ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൊട്ടിക്കും, ഞാൻ ഇപ്പൊ പൊട്ടിക്കും, നാളെ പൊട്ടിക്കും, മറ്റന്നാൾ പൊട്ടിക്കും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഇത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കരിവാറ്റി തേക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരാളെ കരിവാരി തേക്കരുത്. എന്തായാലും ദൈവം ഒരാൾക്ക് എന്ത് വരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി എന്തൊക്കെ ചാടി മറിഞ്ഞ് തുള്ളിയാലും നടക്കാൻ പോകുന്നുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. ചുമ്മാ കിടന്നിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ അങ്ങ് വേട്ടയാടുകയാണ്, പുറകെ ഇങ്ങനെ നടന്ന് വേട്ടയാടുകയാണ്. എന്നാൽ ആ ഒരു പയ്യൻ ഇവരുടെ ആരുടെയും കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. ആകെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നതുപോലെയാണ് കാര്യം, ഞാൻ ഇത്ര കാര്യങ്ങൾ അനുഭവിച്ചു, എനിക്ക് എൻ്റെ പാരന്റ് ആയിട്ട് ഒരു സ്നേഹം കെയറിങ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിനാണ് ഇത്രയും കുറെ അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഒരു മനുഷ്യൻ അതാ വീട് മാറ്റി കൊടുക്കണമായിരിക്കും. അതായത് ഈ കിച്ചുവിന്റെ പേരിൽ നിന്ന് ആ ഒരു വീട് എഴുതി ഋതപ്പനോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്കോ കൊടുക്കണമായിരിക്കാം. അതിനായിരിക്കും ഈ ഒരു പ്ലാനിങ് ഒക്കെ നടക്കുന്നത്. എന്തായാലും ആ ഒരു പ്ലാനിങ് അതുപോലെ തന്നെ നടക്കട്ടെ. ദാനം മേടിക്കരുത്. എത്ര കഷ്ടപ്പെടേണ്ടി വന്നിരുന്നാലും നമ്മൾ ഈ ഒരു ദാനം എന്ന് പറയുന്ന സംഭവം നമുക്കത് മനസ്സറിഞ്ഞു തരണം. മനസ്സറിഞ്ഞ് നമ്മൾക്കത് തിരിച്ചു ചോദിക്കത്തില്ല, നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അതാണ് ദാനം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അതും ആരും അറിയാതെ കിട്ടുന്ന ഒരു ദാനമായിരിക്കണം. ഒരു മനുഷ്യനും അറിയാൻ പാടില്ല എനിക്ക് ഇന്ന ആൾ ദാനം ചെയ്തതാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഇതായിരിക്കണം. അതിനാണ് ഒരു വാല്യൂ ഉള്ളത്. അല്ലാണ്ട് ദാനം കൊടുത്തതിന്റെ പേരിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഒരു അവസ്ഥ ബുദ്ധിമുട്ടും ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലേക്ക് വരുന്നത് വളരെ കഷ്ടത്തോടെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാം.